കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ IB എങ്ങനെ ചേഞ്ച് ചെയ്യാം, പാർട്ട്ണർ ഐഡിയും ചേഞ്ച് ചെയ്യാം എന്ന് വെച്ചാൽ ഹൈ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ട്രേഡിംഗ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുക, ഓക്കെ, വായിച്ച് നോക്കുക. ഇത് പോട്ടെ, നമ്മൾ ഇന്നെന്ന് പറയാൻ പോകുന്ന ഒരു നമ്മുടെ ഫാമിലിയിലേക്ക് എങ്ങനെ വരാം അതല്ലേ. ഇപ്പം നിങ്ങൾ ഓരോരുത്തരായിട്ട് ഇപ്പോൾ വാൻറ്റേജിൻ്റെ അക്കൗണ്ട് ഇപ്പോൾ നമ്മുടെ അണ്ടറിലും നമ്മുടെ ലിങ്ക് ഉപയോഗിച്ചിട്ട് മാത്രമല്ലല്ലോ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. നിങ്ങൾ പല ആൾക്കാരുടെയും ലിങ്ക് ഉപയോഗിച്ചിട്ട് നിങ്ങൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാവും. പക്ഷേ നിങ്ങൾ ഒരു ഘട്ടത്തിൽ മായവി ട്രേഡിങ്ങിനെ കുറിച്ച് അറിയുന്നു, മായവി ട്രേഡിങ്ങിൻ്റെ VIP ഗ്രൂപ്പിൽ വരണം, മായവി ട്രേഡിങ്ങിൻ്റെ അണ്ടറിൽ വരണം, കോപ്പി ട്രേഡിങ് ചെയ്യണം, നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കണം, അല്ലെങ്കിൽ നല്ലൊരു ഫാമിലിയുടെ ഒപ്പം നിൽക്കണം എന്ന് നിങ്ങൾക്ക് താല്പര്യമുള്ളപ്പോൾ നിങ്ങൾ ഇപ്പം വേറെ ആരുടെയെങ്കിലും അണ്ടറിലാണ് നിങ്ങളെങ്കിൽ അങ്ങനെയുള്ള വ്യക്തികൾക്ക് നമ്മുടെ ഫാമിലിയിലേക്ക് വരാനുള്ള ഏക ചാൻസ് എന്ന് പറഞ്ഞാൽ IB ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. IB, ഓക്കെ, പാർട്ട്ണർ ഐഡി ചേഞ്ച് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വരാം. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളതിൻ്റെ വീഡിയോ ആണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. അതിനു മുമ്പ് ഇതാണ് നമ്മുടെ ചാനൽ, ഓക്കെ, മീൻസ് ടെലിഗ്രാം ഗ്രൂപ്പ്, ഓക്കെ, മായവി ട്രേഡിംഗ് എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്താൽ മതി. ഓക്കെ, നിങ്ങൾക്ക് കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഇതിലേക്ക് വരും. ഇവിടെ നമ്മൾ കോപ്പി ട്രേഡിംഗ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ബൈനറി ട്രേഡിംഗ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മൾ കൂടുതലായിട്ടും ബൈനറി ട്രേഡിങ്ങും പ്ലസ് കോപ്പി ട്രേഡിങ്ങുമാണ് കൂടുതലായിട്ട് ചെയ്യുന്നത്. അപ്പോൾ കോപ്പി ട്രേഡിങ്ങിൻ്റെ ഇപ്പോൾ ഇന്നത്തെ വീഡിയോ ആണ്. പക്ഷേ ഞാൻ ഇതൊന്നല്ല ഞാൻ പ്രതീക്ഷിക്കുന്നത് പെർ ഡേ ഉണ്ടോ 820 ഇതാ, ഓക്കെ, വാൻറ്റേജിൻ്റെ സ്റ്റാൻഡേർഡ് അക്കൗണ്ട്. ഇപ്പോൾ ടോട്ടൽ നമുക്ക് $820 ആയിട്ടുണ്ട് പ്രോഫിറ്റ്. $820 പ്രോഫിറ്റ് അല്ല, -500 ആകും. അപ്പോൾ $320 പ്രോഫിറ്റ്, ഏകദേശം 50% മേലെ. കണ്ടോ, ഇത് ഒരു ദിവസത്തെയാണിത്. $500 ഇട്ടു, $500 ക്യാപിറ്റൽ വെച്ചു, ഏകദേശം $320 നമുക്ക് പ്രോഫിറ്റ് കിട്ടി. പക്ഷേ ഇതൊന്നുമല്ല, നമ്മൾ എന്നും ഇത് പ്രതീക്ഷിക്കില്ല. ഏകദേശം ഒരു ഡീസൻ്റ് ആയിട്ടുള്ള പ്രോഫിറ്റ് നമ്മൾ പ്രതീക്ഷിക്കുന്നു, നമ്മൾ ചെയ്യുന്നു. നമുക്ക് സെൻഡ് അക്കൗണ്ടും സ്റ്റാൻഡേർഡ് അക്കൗണ്ടിൽ ചെയ്യാൻ പ്ലാൻ തുടങ്ങുന്നു. അതിൻ്റെ ടെസ്റ്റിംഗ് ആണ് നടന്നുകൊണ്ടിരുന്നത്. സെൻഡ് അക്കൗണ്ടിൽ ഓൾറെഡി നമ്മൾ കോപ്പി ട്രേഡിംഗ്, നമ്മുടെ മായവി ട്രേഡിങ്ങിൽ കോപ്പി ട്രേഡിംഗ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ IB എങ്ങനെ ചേഞ്ച് ചെയ്യുന്നത് വളരെ സിമ്പിളാണ്. ഇപ്പോൾ നിങ്ങൾ വേറൊരാളുടെ അണ്ടറിലാണ് നിങ്ങൾ ജോയിൻ ചെയ്ത് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തെങ്കിൽ IB ചേഞ്ച് ചെയ്യാൻ വളരെ സിമ്പിളാണ്. നിങ്ങളത് ഈ ഒരു അക്കൗണ്ട് വാൻറ്റേജിൻ്റെ അക്കൗണ്ട് പാസ്വേഡൊക്കെ ഇട്ട് ഓപ്പൺ ചെയ്യുക നിങ്ങളുടെ അക്കൗണ്ട്. അതിനുശേഷം ഈ ഒരു ഇത് കണ്ടോ പ്രൊഫൈലിൻ്റെ ഇവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ കണ്ടോ ഈ ഒരു ആരോ മാർക്ക്, ഇവിടെ ഒരു ആരോ മാർക്ക് ഉണ്ടാവും. ഈ ആരോ മാർക്കിലൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ട്രാൻസ്ഫർ IB. ഇതവിടെ കണ്ടോ ട്രാൻസ്ഫർ IB, ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ പാർട്ണർഷിപ്പ് ടൈപ്പ്, ഇവിടെ IB എന്ന് സെലക്ട് ചെയ്യുക. ഇവിടെ നമ്മുടെ എന്താ പറയുക പാർട്ട്ണർ ID നിങ്ങൾ ഇവിടെ ടൈപ്പ് ചെയ്യാം. എന്തായിരിക്കും നമ്മുടെ പാർട്ട്ണർ ID? ജസ്റ്റ് ഒന്ന് ഇവിടെ നോക്കി, ഇവിടെ ലിങ്കിൽ ഒന്ന് പോയിട്ട് ഇവിടെ അക്കൗണ്ട് ക്രിയേറ്റ് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് കാണാൻ പറ്റും. നോക്കുക, ഇവിടെ പിന്നീട് മെസ്സേജിൽ നിങ്ങൾ ടെലിഗ്രാം ഗ്രൂപ്പിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നീട് മെസ്സേജ് കാണാം. കണ്ടോ പിന്നീട് മെസ്സേജ്, ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക, ഒന്നുകൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതേപോലൊരു ഇത് കാണും ഈ വീഡിയോ ഒക്കെ. ഇതിൻ്റെ ഇവിടെ താഴെ വാൻറ്റേജിൻ്റെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന വീഡിയോ ഉണ്ട്. പാർട്ട്ണർ ID കണ്ടോ, മസ്റ്റ് യൂസ് പാർട്ട്ണർ ID കണ്ടോ, ഇതുണ്ട് പാർട്ട്ണർ ID. ഇതുപോലെ അങ്ങോട്ട് കോപ്പി ചെയ്യാം. Ctrl+C കൊടുത്ത് കോപ്പി ചെയ്യാം. എന്നിട്ട് ഇവിടെ Ctrl+V കൊടുത്ത് പേസ്റ്റ് ചെയ്യാം. ഓക്കെ, അതിനുശേഷം റീസൺ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും റീസൺ എഴുതാം. ഓക്കെ, ബെസ്റ്റ് ട്രേഡർ എന്നോ അല്ലെങ്കിൽ എന്താ പറയുക എഡ്യൂക്കേഷനോ, ഓക്കെ, എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതാക്കാവുന്നതാണ്. കൺഫേം, പിന്നെ I agree, പിന്നെ സബ്മിറ്റ്. ഓക്കെ, അത് കഴിയുമ്പോൾ നിങ്ങൾക്കൊരു മെയിൽ വരും. ചിലപ്പോൾ 3 ദിവസം എടുക്കും, ചിലപ്പോൾ 1 hour കൊണ്ട് വരും. യു ആർ എലിജിബിൾ അല്ലെങ്കിൽ യുവർ പാർട്ട്ണർ ID ഈസ് വെരിഫൈഡ് എന്ന് പറഞ്ഞിട്ട് വരും നിങ്ങൾക്ക്. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ അക്കൗണ്ട്സിൽ പോവുക. നോക്ക്, അക്കൗണ്ട്സിൽ പോവുക. ഇവിടെ ഓപ്പൺ എ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഇതുണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ ഇവിടെ റെക്കമെൻഡ് ഇത് കണ്ടോ, ഇവിടെ പോപ്പുലർ കോപ്പി ട്രേഡിംഗ് എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം സെൻഡ് അക്കൗണ്ട്, ശ്രദ്ധിക്കുക, സെൻഡ് അക്കൗണ്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം USC സെലക്ട് ചെയ്യുന്നു. നിങ്ങൾ ഇത് സെലക്ട് ചെയ്യുക, യു ഹാവ് റീഡ് നമ്മുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ. അതിനുശേഷം സബ്മിറ്റ് എന്ന് പറഞ്ഞ് കൊടുക്കുക. ഓക്കെ, ഇത് സെൻഡ് അക്കൗണ്ടിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് അതിലൊരു ID വരും. ആ ID ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഇവിടെ കണ്ടോ ഈ ID കോപ്പി ചെയ്തിട്ട് എവിടേക്കാണ് നോക്കിയേ, ഇവിടെ കണ്ടോ F7 അഡ്മിൻ, ഇവിടത്തേക്ക് ഇങ്ങോട്ട് നിങ്ങൾ അയക്കുക. F7 അഡ്മിൻ എന്ന് പറഞ്ഞിട്ട് ഇതിലേക്ക് നിങ്ങൾ അയക്കുക. ഓക്കെ, മനസ്സിലായില്ലേ? ഇനി സെയിം ഇത് തന്നെ നിങ്ങൾ ഇതിപ്പോൾ സെൻഡ് അക്കൗണ്ടിൽ ഞാൻ പറഞ്ഞു. ഇനി സ്റ്റാൻഡേർഡ് അക്കൗണ്ടിലാണ് വേണമെങ്കിൽ ഓപ്പൺ അക്കൗണ്ട് കൊടുക്കുക.
ഇവിടെ അതേ സെയിം ഇത് തന്നെ, ഇവിടെ പോപ്പുലർ കോപ്പി ട്രേഡ്, അതുപോലെ തന്നെ ഇവിടെ സ്റ്റാൻഡേർഡ്. കണ്ടോ, സ്റ്റാൻഡേർഡ് ഇവിടെ എന്ത് ചെയ്യും, USD വരും, USC അല്ല USD വരും. പിന്നെ ഇവിടെ ക്ലിക്ക് ചെയ്യുക, സബ്മിറ്റ് കൊടുക്കുക. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇത്രയും സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനൊക്കെ. അങ്ങനെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ കോപ്പി ട്രേഡിങ്ങിലേക്ക് നിങ്ങൾക്ക് പോകാവുന്നതാണ്. ഇനി ജസ്റ്റ് കോപ്പി ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മായാവി, ഓക്കെ, ജസ്റ്റ് ടൈപ്പ് ചെയ്യാം, നല്ലതൊക്കെ. ഇപ്പം നോക്കിയേ, മായാവി ഗോൾഡ് ട്രേഡിംഗ് എന്ന് മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഇവിടെ, ഒറ്റൊന്നേ ഉള്ളൂ. ഇനി നാളെ എന്ത് വരും, മായാവി ഗോൾഡ് ട്രേഡിംഗ് സ്റ്റാൻഡേർഡ് എന്ന് വരും. ഓക്കെ, ഇതിപ്പോൾ സെൻഡ് അക്കൗണ്ടിൻ്റെയാണ്. ഇനി സ്റ്റാൻഡേർഡ് നിങ്ങൾ വരും. അങ്ങനെ 2 അക്കൗണ്ട് നിങ്ങൾക്ക് വരുന്നതാണ്. ചിലപ്പോൾ നമ്മുടെ ഫേക്ക് ആൾക്കാരും കൂടെ ഇവിടെ ഉണ്ടാക്കാം. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഡയറക്റ്റ് ലിങ്ക് ഉണ്ടാവും. ഓക്കെ, 123617, 123617 ഇതാണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ളത്. കണ്ടോ, നോക്കിയേ, നമ്മൾ തുടങ്ങിയിട്ട് 1 2 3 4 5 6 7 8 ഡേയ്സ് ആയിട്ടുള്ളൂ. 25% മേലെ നമ്മൾ റിട്ടേൺ കൊടുത്തു. അത് ഓവറോൾ ക്യാപിറ്റലിൻ്റെ ആണ്. അപ്പോൾ അത് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. എന്നിട്ട് നിങ്ങളിവിടെ കോപ്പി എന്ന് പറഞ്ഞ് കൊടുത്തു. ബാക്കിയുള്ള ഡീറ്റെയിൽസൊക്കെ നമുക്ക് ഗ്രൂപ്പിൽ നിന്ന് തന്നെ കാണാൻ പറ്റും നിങ്ങൾക്ക്. ഓക്കെ, ഇത് ജസ്റ്റ് IB എങ്ങനെ ചേഞ്ച് ചെയ്യുന്നുള്ള വീഡിയോ മാത്രമാണ്. ഓക്കെ, എല്ലാം മനസ്സിലായല്ലോ? താങ്ക് യു.